നിർണായകമായ ഒരു വിവരം വരുന്നത് രാവിലത്തെ സൈനിക വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ശേഷം കേന്ദ്ര സർക്കാരിന്റെ വാർത്താ സമ്മേളനം 5 മണിക്കുണ്ടാകും. 5:30 കേന്ദ്ര സർക്കാരിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന വിവരം വരികയാണ്. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, അല്പം മുമ്പാണ് പ്രധാനമന്ത്രി സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കിയത്. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല, അതായത് വിദേശകാര്യ സെക്രട്ടറിയും സൈനിക ഉദ്യോഗസ്ഥരുമാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും വിശദീകരിച്ചത്. ഇന്ന് കേന്ദ്ര സർക്കാർ വാർത്താ സമ്മേളനം വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും വളരെ നിർണായകമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകളിലേക്കോ പോകുന്നതിന്റെ സൂചനയാണല്ലോ. പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദിവിഷ, ഇത് വിദേശ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ 5:30 വീണ്ടും വെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക നടപടികൾ, അതായത് വ്യോമാക്രമണങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിശദീകരണത്തും വ്യക്തതയ്ക്കും വേണ്ടതാണ്. അതായത് രാവിലെ പാകിസ്ഥാൻ്റെ 4 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള വ്യോമതാവളങ്ങൾ ആക്രമിച്ചു എന്നുള്ള തരത്തിൽ ഒരു ലിസ്റ്റ് വന്നിരുന്നു. അതായത് അവർ വ്യക്തമാക്കിയത്. പക്ഷേ കൂടുതൽ വ്യോമതാവളങ്ങളിൽ അതിനുശേഷം ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് സിന്ധിലെ ജക്കോബാബാദ് ഉണ്ട്, അതോടൊപ്പം ഹൈദരാബാദിലെ വ്യോമതാവളം തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ട്, സർഗാദയിലുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇപ്പോൾ ഒരു 5:30 വാർത്താ സമ്മേളനം വീണ്ടും വിളിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി വിളിച്ച യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. സേനാ മേധാവികളുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് 2ാമത്തെ വാർത്താ സമ്മേളനമാണ് ഇന്നിപ്പോൾ വിളിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി നടത്തിയ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിനുള്ള മറുപടി, ഇന്ത്യ നടത്തിയുള്ള വ്യോമാക്രമണങ്ങൾ, പാകിസ്ഥാൻ താവളങ്ങൾ തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട്, അതായത് വീണ്ടും ശ്രീനഗറിൽ നിരവധി തവണ ഡ്രോൺ ആക്രമണമുണ്ടായി. അതോടൊപ്പം പത്താൻകോട്ടിൽ 3 തവണ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഉദ്ധംപൂരിലും പുൽവാമയിലും പുൽവാമ പോലുള്ള സ്ഥലങ്ങളിലും വ്യോമാക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ വീണ്ടും ഒരു നടപടി അവിടെ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വ്യക്തമാക്കാൻ വിശദീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു വാർത്താ സമ്മേളനം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഇപ്പൊ ഈ ഇതുവരെ പിന്നിട്ട സമയത്ത് ഇന്ത്യയുടെ തിരിച്ചടി ഒരുപക്ഷെ കൂടുതൽ ശക്തമായി നൽകിയിട്ടുണ്ടാകണം. അത് വീണ്ടും ഒരു വാർത്താ സമ്മേളനം നടത്തി രാജ്യത്തെ അറിയിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ തന്നെ ആകണം, അല്ലേ? തീർച്ചയായും. ഞാനതാ പറഞ്ഞത്. രാവിലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ശ്രീനഗറിലും ഉദ്ധംപൂരിലും പത്താൻകോട്ടിലും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണം വീണ്ടും നടന്നത്. അതേസമയം അതിന് ഉള്ള മറുപടി എന്ന നിലയ്ക്ക് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പാകിസ്ഥാൻ്റെ ചില വ്യോമതാവളങ്ങളിൽ വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിന്ധിലെ ജക്കബാബാദ് വിമാനത്താവളത്തിലെ ATC തകർത്തിട്ടുണ്ട്. അതോടൊപ്പം ഹൈദരാബാദിലെ അവരുടെ വിമാനത്താവളത്തിൻ്റെ റൺവേ അടക്കമുള്ളവ തകർത്തിട്ടുണ്ട്. പിന്നെ സർഗോദയിൽ അവരുടെ ആയുധ ശേഖരം തന്നെ തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും 5:30 വാർത്താ സമ്മേളനം വീണ്ടും വെച്ചിരിക്കുന്നത്. ശരി, 5:30 കേന്ദ്ര സർക്കാരിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഇന്ത്യ സ്വീകരിച്ച നടപടികൾ, എന്താണ് ഇന്ത്യ നൽകിയ തിരിച്ചടി, എന്താണ് ഇനി ഇന്ത്യ മുന്നിൽ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കും എന്ന് മനസ്സിലാവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമായ ഒരു ദിവസമാണിന്ന്. അന്ന് കൊല ചെയ്യപ്പെട്ട 100 ഭീകരരിൽ 5 പേര് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായി തീർന്ന 5 ഭീകരരാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം ലഷ്കർ തോയ്ബയുടെ അടക്കം ഭീകരരാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി ഇന്ത്യ പുറത്തുവിടുകയുണ്ടായി.